ഇന്ന് നമ്മളെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മീറ്റിംഗാണ് ചേർന്നത്. കമ്മീഷണറും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാ അംഗങ്ങളും സജീവമായി പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ചർച്ച നടന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടെ ടൂറിസം പ്ലേസ് ആയിട്ടുള്ള നമ്മുടെ പയ്യാമ്പലം ബീച്ചിലേക്കുള്ള ഗതാഗതം അത് വൺ വേ ആക്കണം എന്നുള്ളത് കുറേ കാലങ്ങളായിട്ടുള്ള നിരന്തര ആവശ്യമായിരുന്നു. നമുക്കത് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സാവോയുടെ അതിലേക്കൂടെ അങ്ങോട്ടേക്ക് പയ്യാമ്പലം ബീച്ചിലേക്ക് വൺ വേയും അത് മണൽ ആ ഭാഗത്തേക്ക് തിരിച്ച് ടൗണിലേക്ക് കടന്നു വരുന്ന രീതിയിലേക്ക് അത് വൺ വേ ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ സീബ്ര ക്രോസിംഗ് ലൈൻ എല്ലാ സ്ഥലത്തും മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്മീഷണർ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ PTA സഹായത്തോടു കൂടി അവിടെ ഓരോ ദിവസവും കുട്ടികളെ റോഡിലേക്ക് പുറത്ത് വിടുന്നതും അവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ടാവും. ആ സമയത്ത് അവരുടെ ഒരു സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്കൂൾ HMൻ്റെ നേതൃത്വത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേർത്ത് അവരിൽ ഈ നിർദ്ദേശം വെക്കുകയും അങ്ങനെ കുട്ടികൾക്ക് സൗകര്യമുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സ്കൂൾ HMമാരെയും PTA പ്രസിഡൻറ്റുമാരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടോറിക്ഷ പ്രശ്നങ്ങൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അത് വലിയ പ്രശ്നമായി കിടക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുതുതായിട്ട് നിലവിലുള്ളത് അതിൽ മെച്ചപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് പുതിയ സ്ഥലം കണ്ടുപിടിക്കാനുള്ള പ്രയാസമുണ്ട്. എന്നാൽ പോലും നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് ആ ഒരു സ്ഥലത്തിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തണം. അനധികൃതമായിട്ടുള്ള ഓട്ടോ പാർക്കിംഗ് കർശനമായി നിരോധിക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ആ തരത്തിലേക്ക് ഇന്നെടുത്ത തീരുമാനം കർശനമായി പാലിക്കണം എന്നുള്ളത് അത് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. അതിൽ കരാറുകാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പണി നടക്കാതിരുന്ന നമ്മുടെ REക്ക് വേണ്ടി സർക്കാരിലേക്ക് അയച്ച 1.5-2 വർഷക്കാലത്ത് അവിടെ നിർത്തിയിട്ട സമയത്ത് അവിടെ നിന്നുള്ള അവർ ചെയ്ത വർക്കിൻ്റെ വയറുകളും മറ്റു സാധനങ്ങളും എലിയും മറ്റും കടിച്ച് ഇതാക്കിയതും ആളുകൾ എടുത്തു കൊണ്ടുപോയതിൻ്റെയും കുറേ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കരാറുകാരന്. അപ്പോൾ അതിൻ്റെ കണക്ക് കൂട്ടിയപ്പോൾ 10-60 ലക്ഷം രൂപയോളം അയാൾക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ നഷ്ടം കൊടുക്കണം എന്നുള്ളതാണ് അയാൾ ഇപ്പോൾ നിർദ്ദേശം പറയുന്നത്. പക്ഷെ അത് നമുക്ക് എഗ്രിമെൻറ്റിലില്ലാത്ത ഒരു തുക നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ നിയമപരമായി തടസ്സമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടാണുള്ളത്. അത് കഴിഞ്ഞതും നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ NOC കിട്ടിയിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് തന്നെ അത് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്തും. അതിൻ്റെ കമ്പനിയുടെ ആളുകളെ അടുത്ത 29th അവരെ വിളിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അതിലൊരു പരിഹാരമാവും. അങ്ങനെ അവർക്ക് തുക അധികം വേണമെങ്കിൽ സർക്കാരിലേക്ക് നമ്മൾ അതിൻ്റെ തീരുമാനം അയച്ചതിന് ശേഷം എന്താണെന്നുള്ളത് തീരുമാനമെടുക്കും. മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ ഡിവിഷനിലും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പരമാവധി ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മരങ്ങൾ പൊട്ടി വീഴുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അപകടകരമായിട്ടുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ച് നീക്കാനുള്ള ചില്ലകളും അതും ഇതും മുറിച്ച് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മുറിച്ചുകൊണ്ടേ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതും കർശനമായി തന്നെ എന്താ പറയുക അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള തരത്തിലേക്ക് പോകും. എന്തായാലും കാറ്റും മഴയും നമുക്ക് പ്രകൃതി എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തായാലും അപകടകരമായിട്ടുള്ള മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തേണ്ട എഞ്ചിനീയർ വിഭാഗം എല്ലാ സ്കൂളുകളിലും പോയിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അപകടകരമായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ഒരു കാരണവശാലും ഫിറ്റ്നസ് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്.
എന്തായാലും ആ കാര്യത്തിൽ കർശനമായി പോകും. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പോലീസ് ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ആ കെട്ടിടങ്ങളും എല്ലാം ആ പരിസരം ഒക്കെ തന്നെ ആ കോമ്പൗണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അധ്യാപകന്മാരുടെ എച്ച്എംമാരുടെ യോഗം ഒരു 1ാം ഘട്ട യോഗം വിളിച്ചു ചേർത്ത് അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി സ്കൂൾ തുറക്കും 29നോ 30നോ ഒരു യോഗം കൂടെ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെ അതിനെതിരെ ലഹരിയുടെ അതിപ്പോൾ കമ്മീഷണറുമായി ഞങ്ങൾ സംസാരിച്ചു. എച്ച്എംമാരെല്ലാം വളരെ എന്താ പറയുക ആശങ്കയിലാണ്. കാരണം ഇതുപോലുള്ള ലഹരി രാസവസ്തുക്കളുടെ ഉപയോഗം അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതിനെതിരെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കർശനമായ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ തരത്തിൽ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കണമെന്ന് കമ്മീഷണർ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടികളെ ലഹരിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ കളിക്കളങ്ങൾ നമ്മൾ കായിക വിനോദത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ അവരുടെ മനസ്സ് അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിവിഷനുകളിലും നമ്മൾ കളിക്കളം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ തരത്തിൽ കുട്ടികളുടെ നല്ല ഒരു മാനസിക വളർച്ചയ്ക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷത്തിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ കോർപ്പറേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ട് എല്ലാ കൊല്ലങ്ങളിൽ നടക്കുന്നുണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ. അത് കൃത്യമായി ഈ വർഷവും നടക്കും.